ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ചാനലുണ്ട്. ഗെയിം മാസ്റ്റർ ജാനിഷും പിന്നെ സ്പൈഡർ ആറും 3x ആണ്. നമ്മളിപ്പോൾ കളിക്കുന്ന റോബ്ലോക്സ് ആണ്. ഗോൾഡ് കോയിൻസ് എന്നുള്ളൊരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് നമ്മളാണെങ്കിൽ റോബ്ലോക്സിന്റെ പകുതിയോളം നമ്മൾ കളിച്ചിട്ടാണ് ഗൈസ് വീഡിയോ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഗൈസ്. ഇവിടെ ഗൈസ് ഇങ്ങനെ ഒരു മഞ്ഞ സാധനം ഉണ്ട് ഗൈസ്. ആ മഞ്ഞ സാധനം നമ്മൾ ചാടി കിടക്കണമെന്നാണ് ഗൈസ്. ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയില്ല. കൂടെ കയറണം. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി ഗൈസ്. ഇനി മഞ്ഞ നമ്മൾ സ്റ്റേജ് ആണിപ്പം ഗൈസ്. ഏകദേശം നമുക്കൊരു 30 സ്റ്റേജ് വരെ കളിച്ചിട്ട് ഈ വീഡിയോ നിർത്താം ഗൈസ്. കാരണം നമുക്ക് കുറെ സമയം പോയി ചത്തിട്ടുണ്ട്. ഈ മഞ്ഞ പുറത്തത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്പൈഡർ ആറത്തെ എന്ന് പറഞ്ഞ ചാനലും പിന്നെ ഗെയിം മാസ്റ്റർ ജാനിഷ് എന്ന് പറഞ്ഞ ചാനലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞങ്ങൾ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ. എന്നിട്ട് നിങ്ങൾ ആദ്യം കയറി ഞങ്ങളുടെ ചാനൽ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ 20ാമത്തെ ചെക്ക് പോസ്റ്റ് സെറ്റായിരുന്നു. നമ്മൾ 20 സ്റ്റേജായി. സ്റ്റേജ് 20. ഇന്ന് 10 സ്റ്റേജും കൂടെ നമുക്ക് കളിച്ചിട്ട് പോലീസുകാരാണ് ഗൈസ് നിൽക്കുന്നത്. അമ്മമാരെ എനിക്ക് ഇഷ്ടമില്ല. നമ്മൾ പ്രിസൺ എസ്കേപ്പാണ് ഗൈസ് റോബ്ലോക്സിൽ കളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ സ്റ്റേജ് വരെ ആയിട്ട് കളിക്കാം കേട്ടോ. നമ്മുടെ 30ാമത്തെ ഇതിൽ നമ്മൾ നിർത്തും. അടുത്ത വീഡിയോ 30 തൊട്ടായിരിക്കും. നിങ്ങൾ ഇപ്പം തന്നെ കാണുക. ഇത് നമ്മൾ ഈ ഗെയിമിൽ നമുക്ക് സേവ് ആയിട്ട് കിടക്കുമല്ലോ ഗൈസ്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ കളിച്ചാൽ വെറുതെ ആവും. സേവ് ആയിട്ട് കിടക്കൂല ഗൈസ്. ബാക്കിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റൂല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തൊട്ടൊരു വീഡിയോ എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. ഗൈസ് അങ്ങനെയാണെങ്കിൽ ഗൈസ് അങ്ങനെ പറഞ്ഞു തന്നാൽ മതി ഗൈസ്. നമ്മളെപ്പം അടുത്ത ഇതിലേക്ക് അയ്യോ നമ്മളാണെങ്കിൽ വെറുതെ ഇങ്ങോട്ട് വന്നു. അയ്യോ എടി നമ്മൾ തിരിഞ്ഞാ വന്നേ. തിരിച്ചു വന്നു. പക്ഷെ എന്ത് കാണിക്കുന്ന അവള് തിരിച്ചു വന്നു. അയ്യോ കഷ്ടപ്പെട്ട് ഇങ്ങനെ നമ്മളറിയാതെ തെറ്റിപ്പോയി ഗൈസ്. പെട്ടെന്ന് ചത്ത സമയത്ത് നമുക്ക് എന്തോ ഐഡിയ പോയതാണ്. നമ്മൾ ഇങ്ങോട്ട് നമ്മൾ 20ാമത്തെ സ്റ്റേജേ ഗൈസ് ആയിട്ടുള്ളൂ ഗൈസ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതുവരെ ചാടിപ്പോണം ഗൈസ്. അതാണ് നമ്മുടെ ഇനി ബോക്സിൽ കൂടെയാണ് കയറി പോകേണ്ടത്. അപ്പുറത്ത് പോലീസുകാരൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. പക്ഷെ അതുവഴിയല്ല, അവിടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അതുവഴിയാന്ന് തോന്നുന്നു കയറി പോകേണ്ടത്. പോയി ചത്തിട്ടുണ്ട്. എന്ത് കഷ്ടമാണ് ഗൈസ്. നമ്മൾ പാർക്കോറിംഗ് കിങ് ആണ് ഗൈസ്. നമ്മുടെ ഡയലോഗാണ് പാർക്കോറിംഗ് കിങ്. പിന്നെ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻസ് എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് വിളിച്ച് ഹായ് പറയണമെങ്കിൽ ഇപ്പം തന്നെ ഹായ് എന്ന് പറഞ്ഞ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നന്ന് താഴെ വീണ്. ഇതെന്നെ കട്ടോ എന്നെ പാടോ. ഈ റോബ്ലോക്സിന്റെ മെയിൻ കാര്യം ഇതാണ് കേട്ടോ. റോബ്ലോക്സ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കളിക്കുന്നത്. എന്തുവാ ഇത് കേറി വരുന്നുണ്ടല്ലോ. താഴെ ഇരിക്കുന്ന സാധനം അല്ലേ. അതിനെന്തോ പൈസ ഒക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മൾ കേറിയിട്ടുണ്ട് ഗൈസ്. അവിടെ പോലീസുകാർ എന്തോ നമ്മളെ കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അവിടെ തമ്മിൽ സംസാരിച്ചോണ്ട് അങ്ങോട്ട് പോകണം തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ ജയിലിൽ ആടിയ കാര്യം വല്ല ആണോ ആൾക്കാർ. നമ്മൾ പക്ഷേ ജയിലിൽ ആടിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് സെറ്റല്ലേ? ഞാൻ ചെക്ക് പോയിന്റ് ആവണം. അയ്യോ ഞാൻ ഇപ്പൊ ചാടീന്. ചെക്ക് പോയിന്റ് ആവുമായിരിക്കും. കീ കാർഡിന്റെ ആവശ്യമുണ്ട് ഇവിടെ. ഇല്ല, കീ കാർഡിനല്ല, ഇവിടെ പൈപ്പാണ് നമുക്ക് ആവശ്യം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത നമുക്ക് ചാടിക്കും. അയ്യോ നമുക്ക് ആദ്യം ഡ്രസ് ഇല്ലാതെ ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ഫിസിക്സ് ഒക്കെ ഇങ്ങനെയാണ്. തുണി ഊരിട്ടിട്ടാണ് നമ്മൾ ഈ സ്ഥലം എത്തിയപ്പോഴാണ്. ഇതിന്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ചത്തപ്പൊന്നും തുണി ഊരുന്നില്ല. പോലീസുകാരുടെ മുന്നിൽ 6 പാക്ക് ഒക്കെ കാണിക്കാൻ. 6 പാക്ക് ഇല്ല, തടിച്ച പൊടിയാ. അതെ, 6 പാക്ക് കാണിക്കാനൊന്നും കൊള്ളത്തില്ല. നമ്മുടെ ബോഡി കാണിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഓടും. അത്ര പൊട്ടയ്ക്ക് അരക്കാണ്. പിന്നെ നമ്മൾ 21ാമത്തെ സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. 21ാമത്തെ സ്റ്റേജ് സെറ്റാണ് ഗൈസ്. 21ാമത്തെ സ്റ്റേജിൽ ഇങ്ങനെ പൈപ്പിൽ കൂടെ തന്നെ കയറണം. പൈപ്പ് കൊള്ളാമല്ലേ? നമ്മൾ ലേസറും കുറേ ഒക്കെ നേരത്തെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു ഗൈസ്. ഗൈസ് എൻ്റെ ചാനലാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ഇതിൻ്റെ ഗെയിം പ്ലേയുടെ തുടക്കം തൊട്ടുള്ള ഞാൻ ഒരു വീഡിയോ ആക്കി ഒന്നുകൂടെ കളിച്ചിട്ടിടുന്നതായിരിക്കും ഗൈസ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഗൈസ് കളിക്കുന്നത്.
എൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഇവരുടെ ചാനലിനെ ഞാൻ കൊടുത്തേക്കാം ഗൈസ്. പിന്നെ എനിക്ക് ആ ചാനലിൽ 67 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജയിക്കാം, 100 കിടക്കാം ഗൈസ്. എൻ്റെ ചാനലിലാണെങ്കിൽ 114 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഗൈസ്. പിന്നെ നമ്മൾ ചിന്തിക്കാതെ 23ാമത്തെ ലെവൽ വരെ കിടന്ന് ഗൈസ്. നമ്മൾ ചാടി വെറുതെ നോക്കി പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. സംസാരിച്ച് ചെയ്യുന്ന എല്ലാം മറന്നുപോയി ഗൈസ്. ഇവിടെ എന്നതാണ് ചെയ്യേണ്ടത്? വലിഞ്ഞു കയറാനായിരിക്കും അല്ലേ ഗൈസ്? ഇവിടെ എന്നെ കയറാൻ പറ്റാത്തെ? അയ്യോ, അത് ഞാൻ അറിയാം, സൈഡിൽ കൊണ്ട്. അയ്യോ ചത്തു. ഇനി ആദ്യം തൊട്ട് വരണം ഗൈസ്. അതൊന്നും നമുക്ക് പ്രോബ്ലം ഇല്ല, എളുപ്പമായിട്ടുള്ള സംഭവങ്ങൾ. ലേസറും വലിയ പാടില്ലായിരുന്നു ഗൈസ്, പക്ഷേ നല്ല രസമാണ് ഇത്. എന്താ പറഞ്ഞാലും ഒട്ടും ബോറടിക്കാത്തൊരു ഗെയിം. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ചേരുക. പിന്നെ ഞങ്ങളോട് ഫ്രണ്ട് ആവണം എന്നുള്ളവർ ഇപ്പം തന്നെ ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈ കളിക്കാൻ കിടക്കാം. പിന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങളുടെ ചാനലിൽ കൂടെ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കുക. ഞങ്ങൾ അതിൽ കയറി എന്തായാലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണതാണ്. പിന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ പോളിസി. അതാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നമ്മൾ അങ്ങോട്ട് സബ്സ്ക്രൈബ്. അതാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് തന്നെ മുന്നേറുന്നത്. പിന്നെ നിങ്ങൾ മലയാളിയാണോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മലയാളിയായിരിക്കല്ലേ, എന്നാ മനസ്സിലാവാൻ. പിന്നെ എൻ്റെ ഒരു ബ്രദറുണ്ട്, എൻ്റെ ചേട്ടൻ. അവനിപ്പോൾ എറണാകുളം ടൂറ് പോയേക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കാത്തത്. അല്ലെങ്കിൽ അവനും കളിച്ചേനെ. അവനും ഞങ്ങളോട് ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതേ 26ാമത്തെ ലെവലായിട്ടൊരു കാര്യം, 26ാമത്തെ സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല. എനിക്കൊരു അനിയത്തിയുണ്ട്, അവളുടെ പേര് ജാൻമി എന്നാണ്. അവൾക്കിപ്പോൾ 3 വയസ്സാവാറായി ഗൈസ്. ഈ മാസം 24-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ ഗൈസ്. അപ്പോൾ അവൾക്ക് 3 വയസ്സാകും ഗൈസ്. പിന്നെ നിങ്ങൾ വിഷ് ചെയ്യുക കേട്ടോ. ബർത്ത്ഡേ വന്ന് എൻ്റെ ബർത്ത്ഡേ നവംബർ 16 ഗൈസ്. ഞങ്ങളുടെ അന്നും വിഷ് ചെയ്യുക എല്ലാരും. ഈ ഡേറ്റ് ഓർത്ത് വെച്ചോണം. അടുത്ത വർഷം പിന്നെ എടാ ഞങ്ങളുടെ രണ്ടുപേരും എൻ്റെ ചേട്ടന്റെ ബർത്ത്ഡേ ഫെബ്രുവരിയിലാണ്. ചേട്ടന്റെ 15, എന്റെ 21. അതിന്റെ സീക്രട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ചാടുന്നോ? നമ്മള് ഇപ്പൊ ചാടി ചാടി പോവാ. നമ്മളിപ്പൊ 27ാമത്തെ ലെവലാണ്. നമ്മൾ 30 വരെ നമുക്ക് കളിക്കുന്നുള്ളൂ എന്നാണ് ഗൈസ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 27ആയി, ഇനി 3 ലെവലും കൂടി കടക്കണം. ഇതിന്റെ ഒരു ബ്ലൂ കളർ നേരത്തെ വന്നായിരുന്നു ഗൈസ്. ആ സാധനം നമുക്കൊന്നും ഇവനെ വേണ്ട. ഇതൊക്കെ എന്നാ പൊട്ട സാധനം ഗൈസ്. ഈ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗൈസ് ഒന്ന് എന്റെ ചാനലിലേക്ക് വന്നേക്ക് ഗൈസ്. അവിടെ മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ആണോ റോബ്ലോക്സ് ആണോ കൂടുതൽ ഇഷ്ടം ഇപ്പം തന്നെ കമന്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ കമന്റ് ചെയ്തേക്ക് ഗൈസ്. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഇപ്പം ഞാനാണെങ്കിൽ 4ാമത്തെ എപ്പിസോഡ് വരെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ മൈൻക്രാഫ്റ്റിന്റെ ഒരു വേൾഡ് തുടങ്ങി ഗൈസ്. അതിലൊരു വീട് വച്ചു. വീട്ടിലാണെങ്കിൽ വീടൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു മൈനിങ് റൂമൊക്കെ അതും ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ വില്ലേജിലോട്ട് പോയി. എന്നിട്ട് കുറച്ച് വില്ലേജേഴ്സിനൊക്കെ നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞത് 29ാമത്തെ ലെവലായി. ഇനി 30ാമത്തെ ലെവലാകുമ്പോൾ നമ്മൾ സിമ്പിളാണ് നിർത്തും കേട്ടോ. ഇപ്പോൾ നമ്മുടെ 30ാമത്തെ ലെവലാകുമ്പോൾ ഈ വീഡിയോ എൻഡാവും. ഇനിയിപ്പം 30 തൊട്ട് 40 വരെ ഉള്ളതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. പിന്നെ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് വില്ലേജസിന് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളൊരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ, പക്ഷെ ഞാൻ ഇടും ഗൈസ് എൻ്റെ ചാനലിൽ. നാളെ ആ വീഡിയോ ഉറപ്പായിട്ടും ഗൈസ് വരുന്നതാണ് ഗൈസ്. ഞാൻ ഒരു ഫാം ഉണ്ടാക്കിയത്, ഓട്ടോമാറ്റിക് വില്ലേജസിനെ വെച്ചുള്ള ക്രോപ്പ് ഫാം തിരിച്ചു പോകുന്നത് ഗൈസ്. അയ്യോ, ഞാനാണെങ്കിൽ പറഞ്ഞ് ശ്രദ്ധയെല്ലാം മാറിയത് എങ്ങോട്ടാ തിരിച്ചു വന്നേക്കോ. അയ്യോ, നമുക്കിപ്പോഴാ കത്തിയത്. നമ്മൾ പറഞ്ഞോണ്ടിരുന്നിട്ടും പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ പക്ഷെ അത്ര ടാസ്ക് ഒന്നുമില്ല, പക്ഷെ പാടില്ല. പക്ഷെ നമ്മൾ തെറ്റിക്കുന്നു, നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. പക്ഷെ ഇനി ഒരു സ്റ്റേജും കൂടെ മാത്രമേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് കണ്ടില്ല ഗൈസ്, സെറ്റല്ലേ? ഇപ്പൊ ഗൈസ് സെറ്റായിട്ട് നമ്മൾ കളിച്ചു പോവുകയാണ് ഗൈസ്.
ഇനി ഇതിൻ്റെ 30ാമത്തെ സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ നിർത്തും ഗൈസ്. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ബാക്കി നമ്മളെ റോബ്ലോക്സ് പ്രിസൺ എസ്കേപ്പ് എപ്പിസോഡ് 2 എന്ന് പറഞ്ഞായിരിക്കും ഗൈസ് മെസ്സേജ് വരുന്നത്. അല്ല ടൈറ്റിൽ കൊടുക്കുന്നത്. ഇത് എപ്പിസോഡ് 1 ആണ് ഗൈസ്. 30 വരെ ബാക്കി കൂടെ കളിച്ച് നമ്മൾ ഈ ഗെയിം ഫുള്ളായിട്ട് തീർക്കുന്നതാണ് ഗൈസ്. ഇന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പകുതിയോളം കളിക്കുന്നത്. അല്ലാതെ ഫുള്ളും കളിക്കുന്നതായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഇങ്ങനെ ചാടി ചാടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ചാടി ചാടി ഇങ്ങനെ പൊക്കുന്നത്. നമ്മളാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ ഈ ഗെയിം പോലും അല്ലാതെ ആയിപ്പോയി. നമ്മളിതില്ലേ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പിന്നെ ഞങ്ങളോട് സപ്പോർട്ട് ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഗൈസ്. ഞങ്ങളെ മോട്ടിവേഷൻ തന്നെ ഞങ്ങളെ വിചാരിച്ചു. പിന്നെ ചത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ചെറുതായിട്ട് പിന്നെ എടുക്കാൻ കൊണ്ടായിട്ട് ഇപ്പൊ തന്നെ മോട്ടിവേറ്റ് ചെയ്യാത്തവരെ മോട്ടിവേറ്റ് അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഗൈസ്. സെറ്റായിരുന്നു ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. കുറച്ചും കൂടെ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് പാടാണ്. വീണ്ടും ചത്ത്. അയ്യോ പിന്നെ എടുക്കേണ്ടി വന്നു. പക്ഷെ 29 സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കാണിച്ച് നടക്കുന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. നമ്മള് ഇതാവുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണേ നിങ്ങളുടെ പേര് തന്നിട്ട് ഹായ് ഇടുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് പറയുന്നതായിരിക്കും. അതെ ഗൈസ്. നിങ്ങൾക്കുള്ളൊരു ഓഫറാണിത്. ഓക്കെ ഗൈസ്. അപ്പോഴാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി ഞങ്ങൾക്ക് തന്നിട്ടാണെങ്കിൽ ഞങ്ങളോടൊന്ന് പറയണം ഗൈസ്. നമുക്ക് ഏകദേശം ഒരു സമയം ഞങ്ങൾ പറയാം. ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് കളിക്കാം ഗൈസ് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ. പിന്നെ നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ ഫേമസ് ആയിക്കോളും. പിന്നെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരോടും പറയുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. ഇനി അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. എൻ്റെ കൂട്ടുകാരാണെങ്കിൽ റോബ്ലോക്സ് കളിക്കാൻ വേണ്ടി എന്നോട് കുറേ നാളായിട്ട് നിർബന്ധിക്കുന്നുണ്ട് ഗൈസ്. ഇനി എൻ്റെ ചാനലിൽ ഞാൻ ഈ പ്രിസൺ എസ്കേപ്പ് ആദ്യം തൊട്ട് കളിക്കുന്നതാണ്. അപ്പോൾ അവന്മാർക്ക് സമയം ഉണ്ടെങ്കിൽ അവന്മാർ എൻ്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ഗൈസ്. ഇനി നമുക്ക് സെക്കൻഡ് എപ്പിസോഡില് പിന്നെ വരാം. പിന്നെ ഞങ്ങളോട് കളിക്കാൻ ആഗ്രഹമുള്ള ഇപ്പം തന്നെ പറയുക. നമ്മുടെ 30 തൊട്ട് 40 വരെയുള്ള 40 തൊട്ട് 50 വരെ അങ്ങനെ തീരുന്ന വരെയുള്ള എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. പീസ് ഔട്ട്. ബൈ ബൈ. ഇത്ര നമ്മുടെ കൂടെ ഇല്ലാതെ അവൻ എവിടെ നിന്ന് വന്ന് പറഞ്ഞു വരുവാണ്. ദേ പോകുന്നു. അപ്പൊ ഗൈസ്